മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയതോടെ പിടിച്ചു നിൽക്കാനാകാതെ കീഴടങ്ങിയിരിക്കുകയാണ് ഭീകരർ. ഒഡീഷയിൽ കമാൻഡർമാർ ഉൾപ്പെടെ 22 മാവോയിസ്റ്റ് ഭീകരർ സുരക്ഷാ സേനയ്ക്ക് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 9588 മാവോയിസ്റ്റ് ഭീകരരാണ് കീഴടങ്ങിയത്. സുരക്ഷാസേന നടപടികൾ ശക്തമാക്കിയതോടെയാണ് ഗത്യന്തരമില്ലാതെ മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങുന്നത്. ഒഡീഷയിലെ മൽക്കാനഗിരിയിൽ 22 ഭീകരർ ആയുധം വെച്ച് പോലീസിന് മുൻപിൽ കീഴടങ്ങി. സർക്കാർ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവരാണ് കീഴടങ്ങിയത്. AK-47 തോക്കുകളും മറ്റായുധങ്ങളും ഹാജരാക്കിയിട്ടുണ്ടെന്നും കീഴടങ്ങിയ ഭീകരരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കുമെന്നും ഒഡീഷ DGP യോഗേഷ് ബഹാദൂർ ഖുറാനിയ വ്യക്തമാക്കി. ആയുധം ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. 22 माओवादी ने आत्मसमर्पण किया है पुलिस के पास में, जिसमें एक डिविजनल कमेटी मेंबर, 6 एरिया कमेटी मेंबर और 15 पार्टी मेंबर शामिल हैं और काफी भारी संख्या में अस्त्र शस्त्र के साथ उसमें उन्होंने सरेंडर करा है। आत्मसमर्पण करने वाले माओवादियों के लिए उनका पुनर्वास करने के लिए काफी कुछ उसके अंदर पैसे की भी व्यवस्था करी गई है और घर की व्यवस्था करी गई है। കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 9588 മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട്. 16336 ഭീകരരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തു നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സുരക്ഷാസേന നടപടികൾ ശക്തമാക്കിയിരുന്നു. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ ശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നാണ് മാവോയിസ്റ്റുകൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ജനം, ഡൽഹി.